ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാവ് കുഴച്ചെടുക്കാതെ നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് ഈ മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല എളുപ്പത്തിലും സോഫ്റ്റുമായിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സാധാ അലൂമിനിയം പാത്രം എടുത്താലും മതി. ഇനി ഇതിലോട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് 2 ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഏത് ഗ്ലാസ്സാണോ അളവിനെടുക്കുന്നത് ആ ഗ്ലാസ്സിന് മാവെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ മാവെടുത്ത ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. 1 ഗ്ലാസ് മാവാണ് എടുക്കുന്നതെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിന് വേണ്ടത്. ഇനി ഈ മാവും വെള്ളവും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ കട്ടകളില്ലാതെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിനാണ് വേണ്ടത്. നിങ്ങൾക്ക് വെള്ളം ചേർക്കാൻ അളവ് കറക്റ്റ് എടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഇതുപോലൊരു പരുവത്തിന് മിക്സാക്കി എടുത്താൽ മതി. ഈ മാവിൻ്റെ കൂട്ട് ഗ്യാസ് സ്റ്റൗ ഓണാക്കി വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം വെച്ച് കൊടുക്കാൻ. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ ഇളക്കാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. ഇങ്ങനെയൊന്ന് കുറുകി വരുമ്പോൾ ഗ്യാസ് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കണം. ഇപ്പോഴും ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. 3-4 മിനിറ്റൊക്കെ ആകുമ്പോൾ മാവ് കുറുകി ഇതുപോലെ കട്ട പിടിച്ച് കിട്ടും. ഇടിയപ്പത്തിന് കുറച്ചും കൂടി മാവൊന്ന് കട്ടിയാകണ്ടേ? അപ്പോൾ ഈ ഒരു പരുവമാകുമ്പോൾ ഗ്യാസ് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. മാവ് നമ്മുടെ കൈകൊണ്ട് ഇതുപോലെ ബോളുകളാക്കി എടുക്കാൻ പറ്റണം. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചിട്ടുമില്ല. ഇനി ഈ മാവ് കൈകൊണ്ട് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടി. ഇനി ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴിയിൽ ഇതുപോലെ മാവ് നിറച്ചു കൊടുക്കാം. സേവനാഴി അടച്ചു കൊടുത്തതിന് ശേഷം ഇടിയപ്പത്തട്ടെടുത്ത് ഇതുപോലെ മാവ് കറക്കി കൊടുക്കാം. കണ്ടോ, നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റിന് തന്നെ കിട്ടിയിട്ടുണ്ട്. വീഴുന്നത് കണ്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ നമുക്കിത് കറക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ മാവെല്ലാം ഇടിയപ്പത്തട്ടിൽ ഇതുപോലെ കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി പാത്രത്തിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം മൂടി കൊണ്ട് അടച്ച് ഗ്യാസ് സ്റ്റൗ ഓണാക്കി ആവി കയറ്റിയെടുക്കാം. നമ്മൾ സാധാ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആവി കയറ്റിയെടുക്കാം. കണ്ടോ, ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ തട്ടിൽ നിന്ന് പെട്ടെന്ന് ഇളകിയും വന്നിട്ടുണ്ട്. അതിൽ പിടിച്ചെങ്ങും ഇരിക്കുന്നില്ല. നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. ഇടിയപ്പം ഇഷ്ടമാണെങ്കിലും കുഴയ്ക്കാനുള്ള പാട് കരുതി ഉണ്ടാക്കാൻ മടിച്ചിരിക്കുന്നവരുണ്ടാകും. എന്നാൽ ഈ മെത്തേഡിൽ മാവ് കുഴയ്ക്കാതെ നല്ല സോഫ്റ്റിൽ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇടിയപ്പത്തട്ടിൽ നിന്ന് നല്ലതുപോലെ ഇളകി വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. ഈ ഒരു ഐഡിയ എല്ലാവർക്കും യൂസ്ഫുൾ ആകും. മാത്രമല്ല പുതുതായി പാചകം ചെയ്ത് തുടങ്ങുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളും ഇതുപോലെയൊന്ന് ഇടിയപ്പം ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോയുമായി കാണാം. ബൈ.